നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലൈഫ് ബീറ്റ്സിൽ നമ്മുടെ ഇന്നത്തെ വിഷയം വന്ധ്യതാ ചികിത്സ ചെലവേറിയതോ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുവാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനുമായി ഇവിടെ നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ഡോക്ടർ സ്വീറ്റിക്ക് ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലത്ത് ഈ വന്ധ്യത എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ദമ്പതികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവർക്കും കുഞ്ഞു വേണം. അപ്പൊ അത് വന്ധ്യത പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. അതിന്റെ ചികിത്സയ്ക്ക് ചെലവിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എത്ര വരും, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. ശരി. അപ്പം ശരിക്കും ആദ്യം വന്ധ്യത എന്താണ്? വന്ധ്യത എന്ന് പറയുമ്പോൾ ഒരു വർഷം ദമ്പതികൾ തമ്മിൽ ഒരുമിച്ച് താമസിച്ചു, സാധാരണ പോലെ അവര് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും പിന്നെയും കുട്ടികൾ ഉണ്ടായില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവര് എത്തുന്നു എന്നുള്ളപ്പോഴാണ് വന്ധ്യത എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു വർഷം വരെയൊക്കെ അത് ഒരു യൂഷ്വലായിട്ട് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷം എന്ന് പറയും. പക്ഷെ പ്രാക്ടിക്കലി ഇപ്പൊ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന എന്റെ ഒരു അഡ്വൈസ് ആണത് ഒരു 6 months ഒക്കെ നല്ല റെഗുലറായിട്ട് ട്രൈ ചെയ്തിട്ട് ആയില്ല വെച്ചാല് ബെറ്റർ ഒരു ചെക്കപ്പ്. അപ്പൊ അതാണ് ഇപ്പം പലരും ഇത് എങ്ങനെയായിരിക്കും. ഈ ഒന്നാമത്തെ കാര്യം, പുരുഷന്മാര് വരാൻ വിസമ്മതിക്കും, അവര് വരത്തില്ല. എന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കും മനസ്സിന് ഭയങ്കര ധൈര്യമുള്ള പുരുഷന്മാരാണെന്നല്ല, അവർക്ക് ഇത് ഫിസിക്കൽ ധൈര്യമേ കൂടുതലുള്ളൂ എന്ന് ശരിക്കും ഈ ഫീൽഡിൽ ഇരുന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നവരാ. കാര്യം വെച്ചാൽ അവർക്ക് ഈ ഒരു ചെറിയ കാര്യം പോലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണുമോ എന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നവർ വരെ ഉണ്ട്. അപ്പോ അങ്ങനെ പിന്നെ വീട്ടുകാരുടെയും എല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ടാണ് ചിലപ്പം വരുന്നത് തന്നെ. അല്ലെങ്കിൽ വൈഫിന്റെ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും നമ്മളെ ഇപ്പൊ ഞാൻ കപ്പിളായിട്ട് മാത്രമേ നോക്കാറുള്ളൂ. കാര്യം വെച്ചാൽ ഇല്ലെങ്കിൽ അനാവശ്യമാണത്. ഒരു പെൺകുട്ടിയെ ഇപ്പൊ മിക്കവാറും സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകും, ചിലപ്പോ അമ്മായിയമ്മ കുടുംബക്കാര് മുഴുവനുമായിട്ട് എന്തോ വലിയ തെറ്റ് ചെയ്തത്, ഗർഭിണിയാവാത്ത ആ കുട്ടിയുടെ മാത്രം തെറ്റെന്നുള്ള രീതിയിൽ ഒരു സ്ത്രീയെ, അവിടെയൊക്കെയാണ് ഈ സ്ത്രീ ശരിക്കും സ്ത്രീയെ പറ്റി നമ്മൾ സ്ത്രീയുടെ എഴുന്നേറ്റത്തിനെ പറ്റിയും നന്നാവണം എന്നൊക്കെ പറയുന്നിടത്തില്ലേ. പക്ഷെ നമ്മൾ മെഡിക്കലി ഇത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ആ പെൺകുട്ടിയെ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എല്ലാരും കൂടി കൊണ്ടുവരും. എന്നിട്ട് ചിന്തയില് കുട്ടിക്ക് മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ, ഗർഭിണിയാവാത്ത അവളുടെ മാത്രം കുറ്റമാണെന്നാണ് എല്ലാരും അവരെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ എളുപ്പമാണ്, അവള് മറുത്ത് പറയൂല എന്നു വെച്ചാൽ മിണ്ടാതിരിക്കും. അതേസമയം പുരുഷന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അയാള് സമ്മതിച്ചു കൊടുക്കില്ല. അത് ഒരിക്കലും ഒരു ആണിന് അതിന്റെ ആണത്വത്തിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാണും സമ്മതിച്ചു കൊടുക്കില്ല. പിന്നെ അതൊരു പ്രശ്നമാവും, വലിയ പ്രശ്നമാവും. അതുകൊണ്ട് പെണ്ണാവുമ്പം അവള് സമ്മതിക്കുമില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ ചില സ്ഥലങ്ങളില് സർവത്ര ചികിത്സയും പെൺകുട്ടിക്ക് ചെയ്യും. എല്ലാ ടെസ്റ്റുകളും നമുക്ക് ലോകത്ത് കാണാവുന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു വരുന്ന ലിസ്റ്റുകൾ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ചെയ്തു വരുമ്പം എന്റെ അടുത്ത് ഇവിടെ ട്രിവാൻഡ്രത്തല്ല, വേറൊരു സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവര് പോയിട്ട് ഒരു കപ്പിൾസ് എന്റെ അടുത്തൊരു ആദ്യം അവർ പോയ ഫസ്റ്റ് ഡേ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് പോയതും രണ്ടുപേർക്കും നോക്കിയില്ല, അവരുടെ കാര്യങ്ങൾ ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. പോയ ഉടനെ അവിടെ ഡോക്ടർ കാണും മുമ്പേ തന്നെ സിസ്റ്റർ ഒരു 2 പേജ് പരിശോധനകൾ ചെയ്തു. അത് 25,000 രൂപയായി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല, അവരെന്നോട് പറഞ്ഞ കാര്യം. ടെസ്റ്റുകൾ മാത്രം 25,000 രൂപയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം, ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടു, എല്ലാ ടെസ്റ്റിലും നോക്കിയിട്ട് ഇനി ഒരു കാര്യം ചെയ്യും, ഇത് ഇങ്ങനത്തെ കാര്യമാണ്, ഇനിയിപ്പം നിങ്ങൾ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ പോയി ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത്രയും സംഭവിച്ചു. അപ്പം എന്തോ 1-2 കുറച്ച് മരുന്നുകൾ മാത്രം കൊടുത്ത് വിട്ടു, ശ്രമിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പം പൊതുവെ ആളുകൾ പേടിക്കുക തന്നെ ചെയ്യും. കാര്യം ചെലവിനെ കുറിച്ച് പേടിക്കുക തന്നെ ചെയ്യും. അപ്പോ ആ ഒരു സംഭവം നമ്മൾ തന്നെ കുറെയൊക്കെ ഈ മെഡിക്കലി ഉള്ള ഒരു ഫീൽഡിൽ തന്നെ ചിലരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന, എല്ലാരും അല്ല, വളരെ ചുരുക്കം പേര് ഉണ്ടാക്കി വെക്കുന്ന ഒരവസ്ഥയാണിത്. അതൊരു ബിസിനസ്സായിട്ട് എടുക്കുന്ന ഒരവസ്ഥ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇവിടുന്ന് മാത്രമല്ല,
ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് പല ആളുകൾ വന്നിട്ട് ഈ IVF-നൊക്കെ അതിന് മാത്രമായിട്ട് ക്ലിനിക്സ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെയൊക്കെ അതൊരു പക്ക ബിസിനസ് ആയിട്ട് മാത്രം അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഇതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് ആ രീതിക്ക് മുമ്പോട്ട് പോകുമ്പോഴേ പറ്റുള്ളൂ. പിന്നെ ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യണം. അതില് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർ രണ്ടുപേരും മാത്രം വന്നാൽ മതി. കുടുംബക്കാരെ മുഴുവൻ അറിയിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് സ്വകാര്യത പുലർത്തുക. ദാറ്റ് ഈസ് സംതിങ് ബിറ്റ്വീൻ ദ കപ്പിൾസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതുപോലെ ഒരു സ്വകാര്യതയാണത്. അതിന് വലിയ മോശം വരുന്നത് ഇപ്പൊ എപ്പോഴാണ് ആ ഹസ്ബൻഡിന് ഒരു വല്ലായിക തോന്നുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ആ ഹസ്ബൻഡിന്റെ അമ്മ, കുട്ടിയുടെ അമ്മ എല്ലാം അത് അതില് ഈ പെൺകുട്ടിക്ക് ഒരു റോളുണ്ട്. എല്ലാരോടും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു വരും. ഇപ്പോ ഉദാഹരണശേഷി കുറവ്, എറക്ഷൻ പ്രോബ്ലം എല്ലാം ഉണ്ടെങ്കിൽ ഇത് എല്ലാരോടും പറഞ്ഞെടുക്കും. അത് ഇന്നും കുട്ടികൾക്ക് ആ ഒരു പക്വത വന്നിട്ടില്ലയോ എന്ന് എനിക്ക് തോന്നും. ഈവൻ ലേറ്റ് ആയിട്ട് ഒക്കെയാണ് ഇപ്പൊ കല്യാണം നടക്കുന്നത്, എന്നാ പോലും. അപ്പൊ അതെല്ലാം ഒരു സ്വകാര്യതയാണ്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് നല്ല ഒരു ഇൻഫെർട്ടിലിറ്റി സെന്ററിൽ പോയിട്ട് ബേസിക് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇറക്ഷൻ പ്രോബ്ലം വല്ലതും ഉണ്ടെങ്കിൽ മെയിലിന് യൂറോളജിസ്റ്റിനെ കാണാം. കണ്ടു കഴിഞ്ഞാൽ ഡിഫറൻസ്ഡ് ആയിട്ട് ഇതിനെല്ലാം ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു അസുഖവും ഇല്ല. ഡെഫിനറ്റ്ലി അപ്പം ട്രീറ്റ് ചെയ്യുക. പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് നോക്കിക്കോളും. അവര് അതിൻ്റെതായ പിന്നെ അപ്പം ഈ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ തുടക്കം ഈ അവരുടെ പരിശോധനകളാണ്. അപ്പൊ അതില് ബേസിക് ആയിട്ട് ഒരു നമുക്ക് ഒരു 2000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന പരിശോധനകളെ ആവൂ രണ്ടുപേർക്കും കൂടി. പുരുഷന്മാർക്ക് സെമനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് 150-200 രൂപയ്ക്കകത്ത് നിൽക്കുന്നതായിരിക്കും പലയിടത്തും. ഇപ്പൊ മേ ബി 50-25 രൂപയുടെ വ്യത്യാസമൊക്കെ വരത്തുള്ളൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് പോവില്ല. ആ ഒരു എണ്ണം ആദ്യം ചെയ്തിട്ട് നമുക്ക് അതിൽ തന്നെ 90% ആ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ അത് വളരെ കുറവായിരിക്കുമോ, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുമോ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ ഹോർമോൺ ടെസ്റ്റ്, പിന്നെ ബയോപ്സി, പിന്നെ അങ്ങനെ പോവുള്ളൂ. അതർവൈസ് ഇഫ് ഈസ് നോർമൽ, പഴുപ്പ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഡോക്ടർ ട്രീറ്റ് ചെയ്തോളും. അപ്പോഴത്തേക്ക് അത് ബെറ്റർ ആയിക്കോളും. ഇത് പുരുഷന്റെ ചെലവ് ഇത്രയേ വരുന്നുള്ളൂ. അയാളുടെ മനസ്സിന്റെ സന്നദ്ധ മാത്രം മതി. പെൺകുട്ടിക്ക് കുറച്ചും കൂടിയൊക്കെ. പോകുന്നതിന് മുമ്പ് ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? ഇത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഹലോ, ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടറെ ചോദിക്കാനായിരുന്നു. ചോദിച്ചോളൂ മാഡം. ആണുങ്ങളുടെ വസ്ത്രധാമം ഒട്ടുമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അസ്പുസ്മിയ പറയുന്ന ഒരു അതെ. അതിന് ചികിത്സയുണ്ടോ? അതിന് ആദ്യം ഈ ഏസുസ്പെർമിയ 2 കാര്യങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ഈ ബീജം ഉൽപാദനമേ ഇല്ലാത്ത ആളുകളുണ്ട്. അതിന് ആദ്യം ചെയ്യേണ്ടത് യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് പ്രോസ്റ്റേറ്റ് ടെസ്റ്റിക്കുലർ ബയോപ്സി ചെയ്യണം. ഓക്കെ, ടെസ്റ്റിക്കുലർ ബയോപ്സി ചെയ്തോ? അപ്പൊ ടെസ്റ്റിസിനകത്ത് സ്പേംസ് ഉണ്ടാവുന്നില്ല. അഥവാ ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ആ ട്യൂബിന്റെ ബ്ലോക്ക് കൊണ്ട് പുറത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് IVF വഴി IVF ആണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് കുത്തിയെടുത്ത് നമുക്ക് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ തീരെ ഉണ്ടാവാത്ത ആളാണെങ്കിൽ അത് തന്നെ. പക്ഷെ തീരെ ഉണ്ടാവാത്ത ആളാണെങ്കിൽ പിന്നെ ഡോണർ സ്പേം, അതായത് മറ്റേ ആരെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് സ്പേം എടുക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. പക്ഷെ അതാണ് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞത്. അതിപ്പോ IVF-ന് ലോകത്തിൽ എവിടെയും 30% ഉള്ളൂ സക്സസ് റേറ്റ്. അത് ഇവിടെ നിന്നല്ല, ഇനിയിപ്പോ അമേരിക്ക പോയി ചെയ്താലും എത്രയേ ഉള്ളൂ. അല്ലമ്മ, ഇപ്പം വന്നിട്ട് ഇപ്പൊ ഞാൻ പുനർജനി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെഡിസിൻ ഉൾപ്പെടെ 1,25,000 ടോട്ടൽ ഒരു പാക്കേജാണ്. പിന്നെ നമ്മൾ അതിൽ എംബ്രിയോ പ്രിസർവേഷനും ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഫെയിലിയർ ആയാല് നമ്മൾ അതിലുള്ള മുട്ടകളെ കുറച്ച് മുട്ടകളെ ശേഖരിച്ച് വെച്ച് അടുത്ത പ്രാവശ്യത്തേക്ക് അതിന്റെ പകുതി റേറ്റിൽ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റും. അപ്പൊ 2 ചാൻസസ് ഇവർക്ക് കിട്ടുകയും ചെയ്യും ഒറ്റ ഒരു ചെലവിൽ തന്നെ.
അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങള് ഇപ്പം പലരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 30% സാധ്യത ഉള്ളൂ. നമ്മൾ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഇരിക്കും. അത് വേറൊരു കാര്യം. നമ്മൾ കുഞ്ഞിനെ പരുവത്തിലാക്കിയാണ് ആ ഗർഭപാത്രത്തിനകത്ത് ഇടുന്നത്. അത് എങ്ങനെ ആ പെൺകുട്ടിയുടെ ആ ദേഹത്തിന്റെ പ്രകൃതി അനുസരിച്ച് അത് റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ്. അപ്പം എവിടെ പോയി ചെയ്യാലും നിങ്ങൾക്ക് അത്രയും ഉണ്ടാവുള്ളൂ. അപ്പം ഇതിപ്പം ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇയാൾക്ക് സ്പേം ഇല്ലാത്ത സ്ഥിതിക്ക് ഒരിക്കലും സ്വന്തമായിട്ടുള്ള ഒരിത് പറ്റത്തില്ല. ഡോണർ, അതായത് വേറെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിഞ്ഞവരെ കഴിവതും ആകാതിരിക്കുക, വെളിയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുമില്ല. നമ്മളിപ്പം ഡോണർ, ഇപ്പം നമ്മുടെ അടുത്തൊക്കെ സ്പേം ബാങ്കുകളുണ്ട്. അവിടെ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി സ്പേംസ് മാത്രമേ അങ്ങനെ ഉള്ളവരിൽ നിന്ന് നോക്കിയെടുത്ത് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഒരു ഡയബറ്റീസ് പോലും ഇല്ല അങ്ങനെ എല്ലാം നോക്കിയിട്ടുള്ള ആളുടേത് മാത്രമേ നമ്മൾ ബാങ്ക് ചെയ്യുള്ളൂ. അപ്പം ഒരു ഡോണറുടെ സ്പേം കൊടുക്കുമ്പോൾ അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. താങ്ക്സ് ഫോർ ദ കോൾ. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ പേര് ജയശ്രീ എന്നാണ്. ഞങ്ങള് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം ആവണം. പറഞ്ഞോളൂ. അപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റ്, ഇപ്പൊ കുറച്ച് 2-3 ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ഇല്ലാന്നാ പറഞ്ഞത്. രണ്ടുപേരുടെയും നോക്കിയിരുന്നോ? ഹസ്ബൻഡിന്റെ നോക്കിയിരുന്നോ? ഹസ്ബൻഡിന്റെ കൗണ്ടിങ് ഒക്കെ നോക്കിയിരുന്നു. ഒരുപാട് സ്കാൻ ചെയ്തു. അപ്പം പ്രോബ്ലം, എന്റെ ഡേറ്റ് ക്ലിയർ ആണ്. ഡെലിവറി മെൻസസ് പീരീഡ് ഒക്കെ കറക്റ്റ് ഡേറ്റ് ആണ്. 28 ആകുമ്പോഴേക്കും ആവാറുണ്ട്. അതിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഹോർമോൺസ് ഒക്കെ നോർമൽ ആണ്. ഹസ്ബൻഡിന് കൗണ്ടിങ് ചെറുതായിട്ട് അതൊരു പ്രശ്നമുള്ളതല്ല. മെഡിസിൻ ഒന്നും ഇതുവരെ ഹസ്ബൻഡ് കഴിക്കേണ്ട വന്നിട്ടില്ല. പിന്നെ പ്രോബ്ലം എന്തോ ആയിരുന്നു രണ്ടുപേർക്കും തമ്മിൽ? വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? പ്രോബ്ലം രണ്ടുപേർക്കും ഇല്ല ഡോക്ടർ, ഒരു പ്രോബ്ലം ഇല്ല. സ്കാനിങ് എടുത്തതിലൊക്കെ നോർമലാണ്. ഗർഭപാത്രത്തിൽ എന്തെങ്കിലും കോയില് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള സ്കാനിങ് ഒക്കെ എടുത്തു. പിന്നെ ഫസ്റ്റ് IUI ചെയ്തിരുന്നു. ട്യൂബ് ടെസ്റ്റിംഗിലൊക്കെ നോർമൽ ആയിരുന്നു ട്യൂബൊക്കെ? അതെ അതെ, IUI ചെയ്തതിലും പ്രോബ്ലം ഒന്നും ഇല്ല. IUI ചെയ്തിട്ട് ഇനി വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയല്ലേ താമസിക്കുന്നത്? ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്തിരുന്നു? ഹോർമോൺസ് ഇല്ല, അങ്ങനെ ചെയ്യില്ല. കാരണം ഹസ്ബൻഡിന്റെ കണ്ണിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത, കുഴപ്പമില്ലാത്തതാണ് അതിലൂടെ. പക്ഷെ ഓരോരോ ട്രീറ്റ്മെന്റ് ഓരോരോ ഇതായിട്ട് ചെയ്യാം. അപ്പം ഇടയിൽ എനിക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ കുറച്ച് അമ്മമ്മയ്ക്കൊക്കെ വയ്യാതൊക്കെ അങ്ങനെ ആയിട്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുക. അതല്ല, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് എത്ര ദിവസമായി ഇപ്പോ? ഹലോ, ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എത്ര ദിവസമായി ടോട്ടലി? എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷമായി കാണും ഇത് ലാസ്റ്റ് ചെയ്തിട്ട്? ഇപ്പൊ ഒരു 3 മാസത്തിന്റെ മുന്നേ ചെയ്താണ്. 3 മാസമായിട്ടുള്ളൂ ട്രീറ്റ്മെന്റ്. ഓവുലേഷൻ ശരിയാണോ നോക്കിയോ? എന്താ ഡോക്ടർ? ഓവുലേഷൻ എഗ്സ് ശരിക്കും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള സ്റ്റഡി നോക്കിയോ? അത് കറക്റ്റ് ആണ്, ഉണ്ടാവുന്നുണ്ട്. അത് പൊട്ടിപ്പോകുന്നില്ല. ഇഞ്ചക്ഷൻ ഒരുപാട് 2-3 പ്രാവശ്യം വെച്ചിരുന്നു. തനിയെ പൊട്ടി പോകുന്നില്ല, അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത് പൊട്ടാൻ, അത് പൊട്ടാവാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഇത് ഒരാളെ കാണിച്ചിട്ടുള്ളൂ അതോ ഏതെങ്കിലും ഒരു സെന്ററിൽ പോയാണോ കാണിച്ചത്? സെന്ററാണ്. ഇതിന്റെ ARMC എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹിമാവരി സെന്ററിലാണ് കാണിച്ചത്. പിന്നെ അവര് ഫൈനലി എന്താ പറഞ്ഞത്?
ആർക്കും രണ്ടുപേർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനലായിട്ട് എന്താ പറഞ്ഞു? അതന്നെ, അങ്ങനെ ട്രീറ്റ്മെന്റ് അവർ ആദ്യം IUI ചെയ്തു, പിന്നെ ഗർഭപാത്രത്തിൽ കോയിലുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്തു, പിന്നെ 2-3 സ്കാനിങ് 2-3 മാസമായിട്ട് ചെയ്തു. അപ്പൊ പ്രോബ്ലംസ് അല്ലേ വന്നിട്ട് അവർ വീണ്ടും IUI ചെയ്യണോ ചോദിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്കത് അതിനുശേഷം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ പോകാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ അപ്പൊ ഇനി വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണോ. ഹസ്ബൻഡിന്റെ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ യൂറോളജിസ്റ്റ് ആണോ കണ്ടത്? അതെ, യൂറോളജിസ്റ്റ് കണ്ടു. അതെ അതെ, കണ്ടിട്ട് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നു. അതെ. അല്ല, കട്ടായി. അതിന് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പേ ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുക്കാം എന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു കുഴപ്പമില്ല എന്ന് വന്നാൽ പിന്നെ 3 yearsനുള്ളിൽ പ്രഗ്നന്റ് ആകാതിരിക്കേണ്ട കാര്യമില്ല. എന്നാലും റയർ ചാൻസിൽ അങ്ങനെ സംഭവിക്കാമല്ലോ. ഇല്ല, നമ്മളിപ്പോ അൺനോൺ ഇൻഫെർട്ടിലിറ്റി എന്നൊരു കാര്യം ഇല്ല ഇപ്പോ. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനൊരു കോസ് ഉണ്ടാവും. അത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ ബാക്കി വീണ്ടും കിടപ്പുണ്ടാവും. അതിപ്പോ ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗിലേക്ക് ഇവരെ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിക്ക് എഗ്സ് തനിയെ ഓവുലേഷൻ ഉണ്ടാവുന്നില്ല. ഒരു മരുന്ന് എടുപ്പിച്ചാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്. അത് എന്തുകൊണ്ട് തനിയെ ഓവുലേറ്റ് ചെയ്യുന്നില്ല? അപ്പം അതൊരു പോയിന്റ് ആണത്. അപ്പം സോ തനിയെ ഓവുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോർമോണൽ ബാലൻസ് ഇല്ല കുട്ടിക്ക്. സോ ആ ഹോർമോൺസിന്റെ ചെക്കപ്പ് അത് എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് നമുക്ക് ആക്ച്വലി ആ ഫുൾ റിപ്പോർട്ട്സ് കണ്ടാലേ ആ ടോട്ടലായിട്ടുള്ള ഇത് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും ഒരു സ്ത്രീ തനിയെ ഓവുലേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു മരുന്നും കൊടുക്കണ്ട, തന്നെ ഓവുലേഷൻ ആവും. അങ്ങനെയല്ലേ പീരിയഡ്സ് വരെയും, അങ്ങനെയല്ലേ നോർമൽ സൈക്കിൾ. അപ്പം അത് ഐ തിങ്ക് ഷീ നീഡ്സ് എ സെക്കൻഡ് ഒപ്പീനിയൻ. അപ്പൊ ഒന്നും കൂടി, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചെക്ക് എല്ലാം ഒന്നും കൂടി വേറൊരു സ്ഥലത്ത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ നോക്കിയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞത് പുരുഷന്മാരുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആകെ ഈ സെമൻ ആദ്യം ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നങ്ങളും ഇതും മാത്രം, അത് ഈ പറഞ്ഞ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സംഗതിയാണ്. പുരുഷന്മാർക്ക് ഇത് മാത്രം ചെയ്താൽ മതി ആദ്യം. പിന്നെ അതിന്റെ പുറത്ത് പ്രശ്നങ്ങൾ ഉള്ളതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് രമ്യ, ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. രമ്യ, ഡോക്ടറെ ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാകുന്നു. ഹസ്ബൻഡ് ബഹ്റൈനിലായിരുന്നു, ഞാൻ സൗദിയിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 3 വർഷത്തിനുള്ള ഇൻ ബിറ്റ്വീൻ മോസ്റ്റ്ലി 2 months ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഞാൻ ജോലി നടത്തി നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ചെക്കപ്പ് ചെയ്തപ്പോ ഹസ്ബൻഡിന് മൈൽഡ് വേരിക്കോസിൽ ഉണ്ടെന്ന് കണ്ടു. പിന്നെ ആണെങ്കിൽ ടെസ്റ്റിസിന്റെ സൈസ് ചെറുതാണ്. അത് കാരണം യൂറോളജിസ്റ്റ് പറയുന്നു സ്പേം കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കുമെന്ന്. എന്നിട്ട് യൂറോളജിസ്റ്റ് പ്രിഫർ ചെയ്ത് IVF, IUI അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു നമുക്ക് വേരിക്കോസിന്റെ സർജറി ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ഒരു 5 മാസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഒന്നും ഇല്ലെങ്കിൽ കൂടുതൽ ചെലവേറിയ ചികിത്സകളിലോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താണെന്ന് പറയാൻ? സെമൻ കൗണ്ട് എങ്ങനെയുണ്ട്? കൗണ്ട് 2 പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും 1 million താഴെയെന്നും പറഞ്ഞാ കാണിച്ചിരിക്കുന്നത്. ഹോർമോൺസ് ഒക്കെ നോക്കിയോ? എന്തോ ഹോർമോൺസ് എല്ലാം നോക്കിയോ പുള്ളിയുടെ? ഹോർമോൺസ് നോക്കി. ഹസ്ബൻഡിന്റെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ മാത്രം കുറച്ചൊരു ലെവല് കുറവ് കാണിച്ചു. യൂറോളജിസ്റ്റിനെ കാണിച്ചോ? യൂറോളജിസ്റ്റിനെ കാണിച്ചു. അപ്പം പുള്ളി അതിന് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കണമെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഹസ്ബൻഡിന് 5 months കണ്ടിന്യൂ ചെയ്യേണ്ട ടാബ്ലറ്റ്സ് ക്ലോമിസിനും പിന്നെ വേറെ 2 ടാബ്ലറ്റ്സ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ടെസ്റ്റോസ്റ്ററോൺ വാല്യൂ ഒരുപാട് കുറവാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാ. വേറൊരു യൂറോളജിസ്റ്റിനെ ഒന്ന് കണ്ടിട്ട്, മൈൽഡ് വെരിക്കോസീല് ഒക്കെ യൂഷ്വലി ഓപ്പറേഷന് ആരും പ്രിഫർ ചെയ്യത്തില്ല. ഇതിപ്പം ഈ 1 million എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഹോർമോണൽ കോസ് കൊണ്ടാണോ എന്ന് ആദ്യം ഉറപ്പാക്കണം. അത് ഉറപ്പാക്കിയതിന് ശേഷമേ സർജറിക്ക് പോകേണ്ട കാര്യമുള്ളൂ ആക്ച്വലി. അപ്പോൾ സോ എക്സ്പേർട്ട് സെക്കൻഡ് ഒപ്പീനിയൻ ആണ് വേണ്ടത്. ഇപ്പൊ എടുത്തതിനേക്കാളും എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റിയിൽ, അതിലും ആൻഡ്രോളജിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആളിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ വേണം ഇനി എടുക്കാൻ.
വേണമെങ്കിൽ ടെസ്റ്റിക്കുലർ ബയോപ്സി പുള്ളി പറയും. അങ്ങനത്തെ ഇതില് ആൻഡ്രോളജി കൂടെ ചെയ്യുന്ന യൂറോളജിസ്റ്റ് ആണെങ്കിൽ അവർ പറയും ഒരു ബയോപ്സിയും കൂടെ നോക്കി ഹൗ ദ സ്പേംസ് ആർ ബീങ് ഫോംഡ്, അല്ല അവിടെ എന്തെങ്കിലും വേറെ തടസ്സം വല്ലതും ഉള്ളതുകൊണ്ടാണോ, അതോ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണോ ഉണ്ടാകാത്തത്, അതോ ഉണ്ടായതിൽ തടസ്സം പുറത്തു വരാനുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നോക്കാനുണ്ട്. അല്ല, അത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. രണ്ട് സൈഡിലും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഹോർമോണിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ സ്പേംസ് ഉണ്ടാവാത്തതും ഇതിന്റെ സൈസ് കുറയുന്നതും. അപ്പൊ അതിന് വെരിക്കോസീൽ ചെയ്താൽ അതിന്റെ സൈസ് കൂടൂലല്ലോ. വെരിക്കോസീൽ എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. അതിന്റെ വെയിൻസിന്റെ ഒക്കെ വലിപ്പം കൂടുന്നതാണ് വെരിക്കോസീൽ. രണ്ടാണ്. ഓക്കെ, അപ്പം ഈ സൈസ് കുറയണതിന്റെ അതിനെന്തെങ്കിലും ഒരു ഹോർമോണൽ ബേസിസ് അത് യൂഷ്വലി കാണും. ഇല്ലെങ്കിൽ ജന്മന അങ്ങനെയാണോ, അല്ലെങ്കിൽ അതിന്റെ ബയോപ്സി എടുത്ത് നോക്കണം. സോ ഇതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ദറ്റ് ഈസ് അതിനെ ബേസിക്കലി ലോജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ഒരു നല്ല ആൻഡ്രോളജിയും കൂടെ ചെയ്യുന്ന യൂറോളജിസ്റ്റിനെ കാണുക. ഓക്കെ, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് റിസൾട്ട്സ്. ഓക്കെ രമ്യ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ ഡോക്ടർ ഗേൾസിന്റെ ടെസ്റ്റിനെ കുറിച്ച് ഫീമെയിൽസിന്റെ ടെസ്റ്റ്. അപ്പൊ മെയിൽസിന് ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു 200 രൂപയുടെ മാക്സിമം 300 രൂപ ആയിരിക്കും പലയിടത്തുള്ള റേറ്റ്. അതല്ലാതെ വേറെ ഒരു ചെലവും ആദ്യമില്ല. പിന്നെ വേണ്ടി വന്നാലേ ഉള്ളൂ ബാക്കി ചെലവുകളും സ്കാൻ ടെസ്റ്റും ഒക്കെ. സോ അപ്പം ചെലവ് എന്ന് പറഞ്ഞ ഇതൊരു വലിയ ചെലവാണെന്ന് വിചാരിക്കണേൽ അത് വെറും മിഥ്യധാരണയാണ്. പിന്നെ രണ്ടാമത് പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3-4 ഹോർമോൺസ് നോക്കും. 2-3 അത്യാവശ്യം നോക്കേണ്ട ഹോർമോൺസ് ആണ്, അത് മാത്രം നോക്കും. പിന്നെ ബേസിക് ടെസ്റ്റുകൾ, അവരുടെ ഹീമോഗ്ലോബിൻ എത്ര, ഷുഗർ വല്ലതും ഉള്ള കുട്ടിയാണോ, അല്ലെ ഇൻഫെക്ഷൻ ഉള്ളതാണ്, ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ഒരു 1000-നും 1500-നും ഇടയിൽ മാത്രം വരുന്നതാണ് ബേസിക് ടെസ്റ്റുകൾ. ഇത് ഇത്രയും ആദ്യം മതി. പിന്നെ പെൺകുട്ടിക്ക് ഓവുലേഷൻ നടക്കണുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള സ്കാൻ മസ്റ്റാണ്. അവരുടെ പീരിയഡ് ഡേറ്റിന്റെ ഒരു 11-ാം ദിവസം ചെയ്യണം, പിന്നെ 13, പിന്നെ 15, അങ്ങനെ നമുക്ക് നോക്കണം ഓവുലേഷൻ. അതും അവരുടെ കാര്യത്തിൽ മസ്റ്റാണ്. പെൺകുട്ടികൾക്ക് ആ കാര്യമൊക്കെ നമുക്ക് അറിയണം. എഗ്സ് ഉണ്ടാവുന്നുണ്ടോ, അത് തനിയെ പുറത്തു വരുന്നുണ്ടോ, ഇത്രയും കാര്യം കൂടി. അപ്പൊ പീരിയഡ്സിന്റെ കാര്യമൊക്കെ അവർ പറയുമല്ലോ. അപ്പൊ അത് അറിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അതല്ല, പീരിയഡ്സ് ഒക്കെ വളരെ ഇറഗുലർ ആണ്, അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്കാൻ നോക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് പിന്നെ മുമ്പോട്ട് പോകണം. അതുകൊണ്ട് അപ്പം അതൊക്കെ കൂടെ തന്നെ നമ്മൾ ബേസിക്കലി ആദ്യമേ നോക്കിയേക്കും. ഇതെല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഹോർമോൺസിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ചെലവ്. ഒരു സ്കാനിന് ഇപ്പൊ കൂടി വന്നാൽ 500 to 600 rupees. ഒരു എവിടെ ഏത് സെന്റർ, ഇപ്പം നമ്മുടെ സെന്ററിലായാലും എവിടെയായാലും അത്രയൊക്കെ ഉള്ളൂ ബേസിക്. പിന്നെ ഈ ടെസ്റ്റുകൾക്കെല്ലാം കൂടി ഒരു 1500 rupees അടുപ്പിച്ചു. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 2000. ഇന്നത്തെ കാലത്ത് 2000 എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല അല്ലേ ഓരോ മനുഷ്യർക്ക്. ഇത് ഇത്രയും സംഭവങ്ങൾ ഇതിനുള്ളിൽ ഒരു പുരുഷനെയും ഒരു പെൺകുട്ടിയെയും നമുക്ക് ബേസിക്കലി അവർക്ക് പ്രോബ്ലം ഉണ്ടോ ഇല്ലേന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ചെലവെന്ന് പറയുമ്പം ഇതാണ് ബേസിക് ചെലവ്. ഒരു വന്ധ്യതാ ചികിത്സയുടെ തുടക്കം ഇതാണ് ചെലവ്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം അവർക്ക് തനിയെ ചേരുന്നില്ല, വർഷങ്ങളായി, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ IUI എന്നുള്ള ട്രീറ്റ്മെന്റ് ലേക്ക് നമ്മൾ അടുത്തത് പോകാം എന്ന് വിചാരിക്കും. കാര്യം എന്ന് വെച്ചാൽ 6 വർഷമായി ഈ ട്രീറ്റ്മെന്റ് നോർമലി അവർ രണ്ടുപേരും ഒരുമിച്ച് ബേസിക്കലി ബന്ധപ്പെട്ട് നോക്കി 3-4-5 വർഷം നമ്മൾ സമയം കൊടുത്തിട്ടും ഒന്നും വലുതായിട്ട് ഹോർമോൺ ഡിഫക്ട്സ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ അവർ നമ്മളടുത്ത് വന്നിട്ട് പിന്നെയും ഒരു 6 months to 1 year അവർ കൺസീവ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പിന്നെ 6 months ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടത് IUI ആണ്. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. പലർക്കും അറിയില്ല അതെന്താന്ന് വെച്ചാൽ, അതായത് ഹസ്ബൻഡിന്റെ തന്നെ സെമൻ എടുത്ത് പ്യൂരിഫൈ ചെയ്ത് അതിലുള്ള മാലിന്യങ്ങളൊക്കെ മാറ്റി അതിന്റെ നല്ല സ്പേംസിനെ മാത്രം പെല്ലറ്റ്സ് ആക്കും. അങ്ങനെ അതിനെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്താക്കി അതിന്റെ ഒരു കാനുലയ്ക്കകത്തിട്ട് യൂട്രസിനകത്ത് ആ പർട്ടിക്കുലർ സമയം നല്ലോണം യൂട്രസിന്റെ അകത്ത് കുഞ്ഞിനെ ഏൽക്കാനുള്ള രീതിയിൽ അത് അതിനാണ് സ്കാൻസ് നമ്മൾ ചെയ്യുന്ന ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറഞ്ഞത്. അത് വളർന്നു വരുന്ന സമയത്ത് അകത്തിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ IUI എന്ന് പറയുന്നത്. അതിന്റെ ചെലവ് പലരും പല പോലെയാണ്. എന്നാലും
ഞാനൊരു ആവറേജ് വേണമെങ്കിൽ പറയാം, ആവറേജ് ഒരു 2,500 റേഞ്ചിൽ അത്രയൊക്കെ വരുള്ളൂ എന്ന് ഒരു ആവറേജ് റേഞ്ചാണ്. ചിലപ്പം കൂടുതൽ ഉള്ളവരുണ്ടാവാം. ഇതൊക്കെ ഒരു ആവറേജ് എല്ലായിടത്തും ഒക്കെ ഈ 2 to 3 എന്നുള്ളത് ഒരു ആവറേജ് ആണ്. അതിന്റെ മുകളിൽ പോവുകയോടനുബന്ധിച്ച് പിന്നെ മെഡിസിൻ കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്നും വേണ്ട, ആദ്യം കഴിക്കേണ്ടി വരും. അതായത് പീരിയഡ് തുടങ്ങുമ്പോൾ നമ്മൾ ഈ എഗ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയും. എന്നുവെച്ചാൽ സാധാരണ ഇപ്പൊ ഒരു എഗ് ആണ് സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ IUI ചെയ്യാൻ പോണത് അവർക്ക് ഒരു നഷ്ടമാണത്. കാര്യം വെച്ചാൽ അതിൽ നമുക്ക് കാര്യമില്ല. നമ്മുടെ ഐഡിയ എന്തുവാണ്, മാക്സിമം ചാൻസ് പ്രഗ്നൻസിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ പ്രഗ്നൻസിക്ക് മാക്സിമം ചാൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ മാക്സിമം എഗ്സ് ഉണ്ടാക്കണം പെൺകുട്ടിക്ക്, പ്രിപ്പറേഷൻ. അതെ. അപ്പം അതേപോലെ പുരുഷൻ എന്തെങ്കിലും കുറച്ച് ചെറിയ കൗണ്ടിന്റെ കുറവെല്ലാം ഉണ്ടെങ്കിൽ യൂറോളജിസ്റ്റ് അതിനെ ട്രീറ്റ് ചെയ്തോളണം. ദാറ്റ് ഈസ് അതിനാണ് നമ്മൾ കപ്പിൾ ട്രീറ്റ്മെന്റ് ആയിട്ട് വെക്കുന്നത്. ഓൾറെഡി പുള്ളി ട്രീറ്റ്മെന്റിലായിരിക്കും. അപ്പം സ്പേം കൂടിക്കോളും. ആ സമയത്തായിരിക്കും നമുക്ക് ഈ കുട്ടിക്ക് നമുക്ക് എഗ്സ് ഏറ്റവും നമ്പർ കൂട്ടാൻ നമ്മൾ സാധിക്കുന്നത്. നമ്പർ ഏറ്റവും കൂടിയിരിക്കുന്നുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ടിവിയുടെ വോളിയം കംപ്ലീറ്റ് കുറച്ചു വെക്കണേ. ഓക്കെ ഡോക്ടർ, ചോദിച്ചോളൂ. ഹലോ, ഹലോ. പിന്നെ ഞങ്ങള് ചേർത്തല കിൻഡർ ഹോസ്പിറ്റലാണ് ചികിത്സ നടത്തിയത്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. എന്ത് ട്രീറ്റ്മെന്റാ നടത്തിയ? 2 വർഷമായി. അല്ല, എന്ത് ട്രീറ്റ്മെന്റാ നടത്തിയേ? ഞങ്ങള് എനിക്ക് സൗണ്ട് കുറവാണ്. എന്ത് ട്രീറ്റ്മെന്റാ നടത്തിയേ? അതെ, IUI ഇല്ല, IUI. എത്ര പ്രാവശ്യം? അതേ ചെയ്ത് 2 പ്രാവശ്യം പോയി. വൈഫിന് ഭയങ്കര വേദനയായിരുന്നു. ഓക്കെ. ഭയങ്കര വേദന 2 പ്രാവശ്യം ചെയ്തിട്ട് 2 പ്രാവശ്യം ആ ഒരു മാസം ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ മാസം ചെയ്ത് അതും ഭയങ്കര വേദനയായിരുന്നു. IUI ചെയ്യാൻ കാരണം എന്താ? കൗണ്ട് കുറവോ മറ്റോ ആയിരുന്നോ? എനിക്ക് കൗണ്ട് കുറവായിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? 28-29 ഉണ്ടായിരുന്നല്ലോ. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു 5-6 മാസത്തോളായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. അന്ന് വേദന വന്നതോടുകൂടി ഞങ്ങൾ നിർത്തിയത്. ഏത് IUI ചെയ്തപ്പോ വേദന വന്നതാ? IUI ചെയ്ത് അത് അന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ മാസം കംപ്ലീറ്റ് വേദനയായിരുന്നു, വയറുവേദനയായിരുന്നു. പൊക്കിളിന്റെ അവിടെ ഭയങ്കര വേദനയായിരുന്നു എന്നാ പറഞ്ഞത്. അത് ചെയ്ത ഡോക്ടറോടൊന്ന് പറയാമായിരുന്നല്ലോ, എന്നിട്ട് അതിനെന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചിരിക്കാൻ. ഞങ്ങൾ ഓർത്ത് ഇതിന്റെ ഇതായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അത് പിറ്റേ മാസം ചെയ്തപ്പോ ഞങ്ങൾ പറഞ്ഞു ഇതിനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞൊന്നും കുഴപ്പമില്ല, അങ്ങനെ സാധാരണയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. മരുന്നുകളൊന്നും തന്നില്ലേ വേദന ഒന്ന് മാറാൻ? തന്നായിരുന്നു. അപ്പം വേദന മാറിയില്ലേ? അപ്പൊ വേദന മാറിയില്ലേ? ഇല്ലില്ല, വേദന മാറിയില്ല. ആ മാസം കംപ്ലീറ്റ് വേദനയായിരുന്നു. പിറ്റേ മാസവും അതുപോലെ തന്നെ ഇത് ചെയ്തതിന്റെ ആ മാസം വേദനയായിരുന്നു. അല്ലാത്തപ്പോ കുഴപ്പമില്ല അല്ലേ? അല്ലാത്തപ്പോ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പം ആ ഡോക്ടറെ പിന്നെ കണ്ടില്ല? ഡോക്ടറെ പിന്നെ കണ്ടപ്പോ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ലേ, വേദന. എനിക്ക് പിറ്റേ മാസം മെൻസസായിട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് വേറൊരു ഡോക്ടർ ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് വേദന ഒക്കെ കുറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. 2 പ്രാവശ്യം ചെയ്തിട്ട് 2 പ്രാവശ്യം വേദനയോടുകൂടി വേദന. അങ്ങനെ വേറെ ഡോക്ടർ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് വേദനക്കൊരു കുറവ് വന്നത്. അങ്ങനെ ഞങ്ങള് പേടിച്ച് ഞങ്ങൾ പിന്നെ പോയില്ല. അത് ശരി. അപ്പോ ഒരു കാര്യം ചെയ്യാ, വേറെ ഏതെങ്കിലും പേടിയുണ്ടെങ്കിൽ വേറൊരു നല്ലൊരു ഇൻഫെർട്ടിലിറ്റി സെന്ററിൽ കാണിച്ചിട്ട് ഈ കൗണ്ട് ഒക്കെ കുറച്ച് കൂട്ടാനും വൈഫിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാനായിട്ട് രണ്ടും കൂടി പറ്റുന്ന ഒരു സ്ഥലത്ത് കാണിച്ചാല് നിങ്ങൾക്ക് നോർമലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ 25-30 മില്യനൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് അത്ര തീരെ കുറവല്ലത്, ഓൾമോസ്റ്റ് നോർമലാണ്. അപ്പൊ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അത് നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണിച്ചാല് മാറാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ വൈഫിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എഗ്സിന്റെ എണ്ണം കൂട്ടാനുള്ള ട്രീറ്റ്മെന്റ് മാത്രം തരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോർമലി ബന്ധപ്പെട്ടാൽ തന്നെ
പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ ഒന്ന് കണ്ടു നോക്കിയാൽ, ഒരു ഇൻഫെർട്ടിലിറ്റി സെന്ററിൽ തന്നെ പോയിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അത്തരത്തിൽ നിങ്ങൾ അങ്ങോട്ട് പറയണം, ഞങ്ങൾക്ക് ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തക്ക രീതിയിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി അടുത്ത തരം ചികിത്സയിലേക്ക് പോകേണ്ടി വരും. IVF പോലെ IUI കഴിഞ്ഞാൽ പിന്നെ IVF പോലുള്ള ചികിത്സകളാണ്. വർഷം IVF പോലുള്ള ചികിത്സയിലേക്ക് അടുത്തത് പോകാം, ആസ് യു വിഷ്. പക്ഷെ അതിന് മുമ്പേ ഇപ്പൊ റിപ്പോർട്ട്സ് കാണാതെ എനിക്കൊന്നും പറയാൻ വയ്യ. എന്തുകൊണ്ടാ ഇത്രയും വേദന വന്നത്? അങ്ങനെയൊന്നും വരാറില്ല. സാധാരണ IUI ചെയ്ത അത്ര വലിയ വേദനയൊന്നും വരൂല. അപ്പം ആ വേദന വേറെ വല്ല കാരണം കൊണ്ടാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നോക്കണം. അതാണ് ആദ്യം നോക്കേണ്ടത്, എന്താ സംഭവിച്ചത് എന്നുള്ള. അപ്പൊ വേറെ ഒരു സെന്ററിലേക്ക് പോയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഇത് ഒന്ന് ആദ്യം അല്ലാതെ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കുറച്ച് എഗ്സിന്റെ എണ്ണം കൂട്ടിയിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ ചികിത്സ എടുക്കാതിരിക്കണ്ട. പേടിച്ചിട്ട് ചികിത്സ എടുക്കാതിരുന്ന വയസ്സ് പോയിക്കൊണ്ടിരിക്കും, സമയം പോയിക്കൊണ്ടിരിക്കും, പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. അപ്പം പേടിച്ചിരുന്ന കാര്യമില്ല. നമ്മള് പിന്നെ പോണ ദിവസങ്ങൾ തിരിച്ചു കിട്ടില്ല. അല്ല, വേറൊരു സ്ഥലത്തേക്ക് പോയിക്കോളൂ. വേറെ ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ബ്ലഡ് ഒന്നും പോവുകയില്ല. അപ്പൊ തന്നെ എണീറ്റ് നടന്നു പോവാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതാ. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക. ഓരോന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും. ഇത് ഒരു ചികിത്സയല്ലേ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് മുമ്പോട്ട് ധൈര്യമായിട്ട് പോവുക. എത്രയും വേഗം നല്ല ചികിത്സ നേടും തോറും ഒരു സമയം നല്ലതാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ചികിത്സ ചെയ്യാതിരിക്കരുത്. അല്ല, IUI തന്നെ വേണമെന്നില്ല. നിങ്ങൾ ഇനി ഒരു പോയി ഒന്നീന്ന് കാണും പോലെ ഒരു രണ്ടുപേരും വേറെ ഡോക്ടർ, ആരെയും വേറെ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സെന്റർ. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോണത് ചിലപ്പോ. അല്ല, ഞാൻ അങ്ങനെ പറയണില്ല. നിങ്ങൾക്ക് പേടിയെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പേടിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത്. ഓക്കെ, അതുകൊണ്ട് അപ്പം അങ്ങനെ മതി കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, കേക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, കേക്കാം. ഹലോ ഡോക്ടർ, ഞാൻ കൊല്ലത്തുനിന്നാണ് സംസാരിക്കുന്നത്. രണ്ട് അബോർഷൻ ആയിരുന്നു. ഹലോ, കേക്കാം. 2 വട്ടം അബോർഷൻ ആയി. ഇപ്പം ഞാൻ ചെക്കപ്പ് ചെയ്ത് അതിന് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു സൈഡില് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തുണ്ടാ ഹൈറ്റ് ഓവറിൽ ഉണ്ടെന്ന് പറഞ്ഞു. 3.4.9 പറഞ്ഞു. 3 സെന്റിമീറ്ററോ? 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അതിന് സ്ഥിരങ്ങളെന്ന് പറഞ്ഞു 3 മാസം ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചോ? എന്നിട്ട് അത് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലെഫ്റ്റ് ഓവറിൽ യാതൊരു കുഴപ്പമില്ല. അന്നേരം പ്രഗ്നൻസി ആവുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ സിസ്റ്റ് ഇരുന്നാൽ ആ ഒരു ഓവറിയുടെ ആക്ഷൻ കുറവായിരിക്കും. എന്തോ? ഈ സിസ്റ്റ് ഉള്ളിടത്തോളം റൈറ്റ് സൈഡ് ഓവറി എന്നല്ലേ പറഞ്ഞു, അതിന്റെ ആ ഓവറിയുടെ ആക്ഷൻ കുറവായിരിക്കും. ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. ലെഫ്റ്റ് സൈഡില് ഇതന്നപ്പോ ആ ഒരു ഇത് വെച്ചിട്ട് കുഞ്ഞാവുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, ഈ റൈറ്റ് ഓവറിയിലും ഈ സിസ്റ്റ് മാറും. ശരിക്കും ചികിത്സ എടുത്താ മതി, അത് മാറി. ഇതിൽ ലെഫ്റ്റ് ഓവറിലൊന്നുമില്ല, റൈറ്റ് ഓവറിൽ ഒരു സിസ്റ്റം മാത്രം ഇങ്ങനെ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ഇവിടെ കാണിച്ചപ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതന്നെ. പെയിനോ പീരിയഡ് ടൈമില്?
പീരീഡ്സിന് പെയിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ വേറെ ഇംഗ്ലീഷ് എടുത്തിട്ട് പീരീഡ്സ് ആവാതിരിക്കാൻ വേണ്ടി സ്പീഡോൾ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. 3 മാസത്തേക്ക് അത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കുമ്പം എന്തായാലും പ്രഗ്നന്റ് ആവില്ല. അത് കഴിച്ചോണ്ടിരിക്കുമ്പം പ്രഗ്നൻസി വരത്തില്ല. പീരീഡ് ആകാതിരിക്കല്ലേ, അപ്പം പ്രഗ്നൻസി വരത്തില്ല. അപ്പൊ അത് ഈ സിസ്റ്റിന്റെ സൈസിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് 3 മാസത്തേക്കല്ലേ? കഴിച്ചോളൂ. ഇപ്പൊ ഈ സിസ്റ്റിന്റെ സൈസ് കുറയ്ക്കണം, അതാണ് നമുക്ക് വേണ്ടത്. സൈസ് കൂടി വരാൻ സാധ്യതയുള്ള സിസ്റ്റ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ലാപ്രോസ്കോപ്പിയോ വല്ലതും ചെയ്ത് സിസ്റ്റ് മാറ്റേണ്ടി വരും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. ആ ടി വി ഒന്ന് കുറയ്ക്കാവോ? ഹലോ, ടി വി വോള്യൂം കുറയ്ക്കാമോ? മേഡം, അത് 3 മാസത്തേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ചുരുങ്ങാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിരുന്നത്. അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുക. എന്തുകൊണ്ടാണെങ്കിലും ഈ സിസ്റ്റ് മാറണം. 2 ഓവറിയും നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ IUI പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇൻ കേസ് അതും സക്സസ് ആവാത്തവർക്ക് പിന്നെയുള്ള അഡ്വാൻസ് ചികിത്സ പിന്നെ ഉള്ളത് നാച്ചുറലി ഇപ്പൊ എല്ലാവർക്കും അറിയാം IVF എന്ന് പറയുന്നത്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതായത് നമ്മള് കുഞ്ഞിനെ പുറത്തുണ്ടാക്കുക എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് പണ്ട് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് എല്ലാവരും അറിയിച്ചത്, ടെസ്റ്റ് ട്യൂബിനകത്തല്ല, എന്നാൽ പോലും പുരുഷന്റെ ബീജവും സ്ത്രീയുടെ എഗ്സും അണ്ടവും കൂടി എടുത്തിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് അതിനെ തമ്മിൽ ചേരാൻ വെച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള സാങ്കേതിക വിദ്യയുണ്ട്. അത് ഒക്കെ വളരെ കൂടിയ സാങ്കേതിക വിദ്യകളാണ്. എന്നുവെച്ചാൽ ഒരു ദേഹത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവം അതേ ടെമ്പറേച്ചറിൽ അതേപോലെ പുറത്തു കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ലാബറട്ടറി, ആ ലാബ് എന്തുമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും നമ്മൾ ആലോചിക്കണം. പിന്നെ അത് നമുക്ക് പുറത്തു വെച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഒരു പർട്ടിക്കുലർ സെൽസ് ഡിവിഷൻ ആയി കഴിയുമ്പം അമ്മയുടെ വയറ്റിനകത്ത് ഫീമെയിൽ അവരുടെ ലേഡിയുടെ ഗർഭപാത്രത്തിനകത്ത് വീണ്ടും നമ്മൾ ഓൾട്ടർ ദാറ്റ് ഈസ് 48 hours കഴിയുമ്പം ഇടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ചെലവ്. ഇപ്പോ ഞാനിപ്പോ ആക്ച്വലി നമുക്ക് വന്നിട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് എ പാക്കേജ് ലൈക്ക് എന്ന് വെച്ചാല് ഒത്തിരി പേര് ഈ ഗവൺമെന്റ് സെക്ടറിലൊക്കെ പോണ ഒരു വെയിറ്റിംഗിൽ നിൽക്കുന്നവരുണ്ട്. അതായത് അപ്പൊ എല്ലാരെ കൊണ്ടും ആക്ച്വലി ഇത് വളരെ ചെലവ് കൂടിയ ഒരു ചികിത്സയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. പലരും നമ്മളോട് വഴക്കിടാൻ പോലും വന്നിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഏജ് കൂടിയവർക്ക് നമ്മൾ കുറച്ച് കൂടിയ മരുന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എഗ്സ് ഉണ്ടാവത്തില്ല. അത് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. അതേസമയം ഏജ് കുറഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് സിമ്പിൾ മരുന്നുകൾ ഇട്ടാൽ തന്നെ അവർക്ക് നല്ല എഗ്സ് ഉണ്ടാവും. അപ്പൊ ഇവരെ ഉടനെ ചോദിക്കുന്ന അവർക്ക് എന്ത് കുറവ്, എനിക്കെന്താ കൂടുതല് എന്നുള്ള ഒരു ഇവര് മറ്റുള്ളവരെ നോക്കിയിരിക്കുകയാണ്, സ്വന്തം കാര്യമല്ല, കമ്പാരിസണിന് വേണ്ടിയിട്ട് നടക്കുക. അപ്പം സോ ഇത് എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു പ്രശ്നം. സോ ബേസിക്കലി അപ്പം ഞാൻ ആലോചിച്ചത് നമുക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയായിട്ട് ഇതിലിപ്പം ഈ വലിപ്പവും ചെറുപ്പവും ഇനിയിപ്പം ഇപ്പൊ ഒരാൾക്ക് കൂടുതൽ കൊടുത്ത് ഒരാൾക്ക് കുറവ് കൊടുക്കേണ്ടി വന്നാലും അത് രണ്ടും കൂടി ഈക്വലൈസ് ചെയ്ത് പോട്ടെ എന്നുള്ള രീതിക്ക് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാന് 1,25,000 ഒരു പാക്കേജ്, അതിൽ മരുന്നും കൂടി നമ്മൾ തന്നെ കൊടുക്കുക. എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും അതിൽ? എല്ലാം ഇൻക്ലൂഡഡാ. അവരൊരു സാധനം മേടിക്കണ്ട. 1,25,000 അടച്ചു കഴിഞ്ഞാൽ എല്ലാ മരുന്നും എന്ന് വെച്ചാൽ IVF-ന് ഉചിതമായിട്ടുള്ള സകല മരുന്നുകളും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം
അതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ മരുന്നുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഒരു പാക്കേജ് റേറ്റ് ആയിട്ട് അത് എനിക്ക് കുറെ കാലമായിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ്. ഈ IVF തുടങ്ങിയപ്പോൾ മുതൽ കാര്യം എന്തെന്ന് വെച്ചാല് നമുക്ക് ചിലപ്പം കുറെ നഷ്ടം ഒരു സ്ഥലത്ത് വരുമായിരിക്കും, പക്ഷെ നമുക്ക് ചിലർക്ക് അത്രയും മരുന്ന് ഉപയോഗിക്കേണ്ട. എങ്ങനെയായാലും കുഴപ്പമില്ല. കുറെ അധികം പേര് വെയിറ്റിംഗിൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ഗവൺമെന്റ് സെക്ടറിൽ പോയിട്ട് അവർ വെയിറ്റ് ചെയ്ത് 4 വർഷം കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ കിട്ടും. അപ്പൊ അവരുടെ ഏജ് എത്രയോ. അപ്പം അങ്ങനെ വിചാരിച്ച് ഒരു നന്മയുടെ ഭാഗമായിട്ട്, അപ്പം എല്ലാരും പറയുമായിരിക്കും ഇത് ബിസിനസിന്റെ ഭാഗമാണെന്ന്. ഒരിക്കലും അല്ല. മനസ്സുകൊണ്ടൊരു നന്മയുടെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ആളുകൾക്കറിയാം 1,25,000 വിത്ത് മെഡിസിൻ ഒരു IVF ചെയ്യണമെങ്കിൽ എന്തുമാത്രം നഷ്ടം ആ ലാബിലും ആ ഹോസ്പിറ്റലും സഹിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ അത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു എയിം ആയിരുന്നു തുടങ്ങിയപ്പം. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് അവര് പൈസ ഉള്ളവരാണോ ഇല്ലാത്തവരാണോ അങ്ങനെയൊന്നും ഞാൻ അവരുടെ ഇൻകം ബേസോ ഒന്നും തരംതിരിച്ചിട്ടില്ല. ആ വരുന്ന കപ്പിൾസിനെല്ലാം ഈ ഒരു ഫുൾ ഇയർ ടോട്ടലി വരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പാക്കേജ് ആയിട്ട്. സോ അപ്പം അത് ഇപ്പം എവിടെ പോയാലും ഇനി എത്ര രൂപ ചെലവാക്കിയാലും, മേ ബി ഇതിനേക്കാളും 10 ഇരട്ടി രൂപ ചെലവാക്കിയാലും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു കോളില് ഒരു സ്ത്രീ ചോദിച്ച മാതിരി 30% സാധ്യതയേ ഉള്ളൂ. അത് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കണം. അപ്പം പലരുടെയും മനസ്സിൽ ഒരു ചിന്തയുണ്ട്, അതായത് IVF എന്ന് പറഞ്ഞാൽ അവസാനത്തെ ചികിത്സയാണ്, കുഞ്ഞിനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും പോലെ വാങ്ങിച്ചിങ്ങിപ്പോരാന്ന്. അതായത് അങ്ങനെ ഒരു തെറ്റായ ഒരു പ്രവണത ഇപ്പം സൊസൈറ്റിയിലുണ്ട്. പോവുക IVF ചെയ്യേണ്ട ഉടനെ കുഞ്ഞിനെ കിട്ടണം. സോ അത് ഫസ്റ്റ് കൗൺസിലിംഗ് ആണ് അവർക്ക് വേണ്ടത്. അപ്പം ഞാൻ നമ്മള് ഷുവറായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. 30% കിട്ടുള്ളൂ. പിന്നെ ഏജ് കൂടുന്തോറും അതും കുറയും. അതും ഞാൻ പറയാറുണ്ട്. 30-35 വയസ്സ് സ്ത്രീക്ക് കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി ആ പുരുഷന്റെ ഇത് വലിയ പ്രശ്നം വരുന്നില്ല. അവിടെ സ്ത്രീക്ക് 30% എന്നുള്ളത് പിന്നെയും കുറയും, അത് ഉറപ്പാണ്. പിന്നെ എല്ലാത്തിനും മുകളിൽ ദൈവത്തിന്റെ ഒരു ദർ ഇസ് ദ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയില്ലേ, അതുണ്ട്. ചിലപ്പം എനിക്ക് ലാസ്റ്റ് ടൈം ഒരു പ്രഗ്നൻസി കിട്ടിയത് 38 വയസ്സായ ഒരു സ്ത്രീക്കാണ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾക്ക്. സോ അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ഈ പ്രോബബിലിറ്റി റേഷ്യോ വെച്ച് പറയുകയാണെങ്കിൽ ഏജ് കൂടുന്തോറും ചാൻസും കുറയും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയണത്, നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ എത്രയും വേഗം. ഇപ്പൊ 25, 27, 28 ഒക്കെ ഉള്ള ഒരാൾക്ക് എഗ്സ് ഒത്തിരി ഭംഗിയായിട്ട് വരും. എഗ്ഗിന്റെ ക്വാളിറ്റി നന്നായിരിക്കും. അത് എന്തായാലും നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഈ 34-35 വയസ്സാകുമ്പോൾ എഗ് ക്വാളിറ്റി വളരെ മോശമായിരിക്കും. അപ്പൊ അത് പിടിച്ചു കിട്ടാനും പാടായിരിക്കും. സോ അങ്ങനെയാണ് ഫെയിലിയേഴ്സ് വരുന്നത്. അപ്പൊ അതും കൂടി ആളുകൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ അധികം സാങ്കേതിക വിദ്യകളുള്ള അധികം ചെലവ് കൂടിയ ഒരു ചികിത്സ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ, ഈ പാക്കേജിൽ IVF ചെയ്ത് ഫിനിഷ് എല്ലാം ചെയ്യുന്നവർ ഈ പാക്കേജ് എന്ന് പറയുന്നത് ഒരാൾ ആദ്യം വന്ന് 1,25,000 അടച്ചാൽ പിന്നെ അവർക്ക് IVFന്റെ സംബന്ധമായിട്ടുള്ള ഒരു മെഡിസിനും വാങ്ങിക്കണ്ട. കൺസീവ് ചെയ്യുന്നവരെയുള്ള എല്ലാം അല്ല, കൺസീവ് ചെയ്യുന്നവരല്ല, IVF എന്നുള്ള സംഗതി തീരുന്നില്ല. കൺസീവ് ചെയ്യുവോ ഇല്ലെന്ന് പിന്നെ നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മൾ ആ IVF എന്നുള്ള ട്രീറ്റ്മെന്റ് തീരുന്നവരെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു ചാൻസിൽ ഇത് ഫെയിലിയർ ആയെങ്കിൽ വീണ്ടും ഞാൻ ഇപ്പം അവർക്ക് ഒരു ചാൻസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ അടുത്ത് ഒരു വില്ലിംഗ്നെസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എംബ്രിയോ പ്രിസർവേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഒരാളുടെ ഫസ്റ്റ് ടൈം നമ്മള് അവരെ വന്നിട്ട് നമുക്ക് എഗ്സ് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും 6 എഗ്സ് കിട്ടിയെന്ന് വെക്കുക, അല്ലെങ്കിൽ 8 എഗ്സ് നല്ല എഗ്സ് കിട്ടി. അപ്പൊ നമ്മള് 4 എണ്ണം ആദ്യത്തെ പ്രാവശ്യം ഇടുന്നു, 4 എണ്ണം ഞങ്ങൾക്ക് പ്രിസർവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എത്ര മാസത്തേക്ക് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് അടുത്ത പ്രാവശ്യമാണ് ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യണം എന്ന് തോന്നി. അപ്പൊ അവർക്ക് ആ മുഴുവൻ പൈസയും ചെലവാക്കാതെ പ്രിസർവേഷൻ ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് നമ്മൾ ഇടും. വെച്ചാൽ നമ്മൾ വലിയൊരു ഒത്തിരി പൈസ കൂടിയ ഒരു ചേംബറിനകത്താണ് അത് പ്രിസർവ് ചെയ്യുന്നത്. അപ്പൊ ആ ചാർജ് മാത്രം പേ ചെയ്തുകൊണ്ട് അവർക്ക് അടുത്ത ഒരു ചാൻസും കൂടി ഒരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ അടുത്തൊരു ചാൻസും കൂടി അവർക്ക് ഈ മരുന്നുകളെല്ലാം വേണ്ട, മറ്റേ ഗ്രോത്തിന് മാത്രമുള്ള മരുന്നുകൾ മാത്രം കഴിച്ചിട്ട് നമുക്ക് അകത്തിട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ആദ്യത്തെ ഈ എഗ്സ് ഉണ്ടാവാനായിട്ട് എടുക്കുന്ന മരുന്നുകളുടെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പൊ ഇത് മാത്രം വെച്ചിട്ട്
അവർക്ക് രണ്ടാമത്തെ ചാൻസും കൂടി കൊടുക്കാൻ പറ്റും. 2 or 3 ചാൻസസ് അത് അവരുടെ ഇഷ്ടം പോലെ. അങ്ങനെ അപ്പോൾ അതൊരു മനസ്സിന് ഒരു ഇപ്പൊ ചെയ്ത കുറെ പേർക്ക് അങ്ങനെയാ, എംബ്രിയോ പ്രിസർവേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അവർക്ക് അവരുടെ എംബ്രിയോസ് ഇരിപ്പുണ്ട്, എവറി ടൈം വേണമെങ്കിൽ അവർക്ക് അവർ പറയുന്ന അത്രയും സമയം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു ഇത് ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പൊ ഇതെല്ലാം ഒരു നന്മയായിട്ട് വിചാരിച്ച് ചെയ്യുകയാണ്. പിന്നെ ആളുകൾ ഇത് എങ്ങനെ എടുക്കുന്നു എന്നറിയില്ല, പക്ഷെ മനസ്സിനകത്ത് നന്മയുണ്ട്, അതുകൊണ്ട് സക്സസ് ആവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പം എത്രത്തോളം നമ്മളെ കൊണ്ട് ഒരു ചികിത്സ കൊണ്ട് എത്രയൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും അത് ചെയ്തു പോവുക എന്നുള്ളതാണ്. പക്ഷെ സക്സസ് അത് മാക്സിമം സക്സസ് റേറ്റ് കിട്ടാൻ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ലാബ് ഫെസിലിറ്റീസ് അത്ര നല്ലതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പം IVFന്റെ ഈ 1,25,000 പാക്കേജാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ന്യൂ തിങ് ഫസ്റ്റ് ആയിട്ട്. ഡോക്ടർ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായി. വന്ധ്യതാ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് കുറച്ചു പേർക്കെങ്കിലും ഭയം മാറിയിട്ടുണ്ടാവും. വലിയ ചെലവെന്നുള്ള ഒരു ഫീൽ മാറണം. എന്നുവെച്ചാൽ അതിനുവേണ്ടി വന്ധ്യതയുടെ ഇത് പേടിച്ച് നിൽക്കാൻ. പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്, IVF ഭയങ്കര വേദനയുള്ള സാധനമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല, നമ്മൾ അനസ്തീസിയയിൽ ചെയ്യുന്നതാണ്. ചെറിയ അനസ്തീസിയ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് രണ്ടും. അങ്ങനെ വേദനയൊന്നും ഉള്ളതല്ല, അറിയും കൂടി ഇല്ലാത്തൊരു സംഗതി, സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പൊ അത് ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഡോക്ടറിൽ നിന്ന്